വിവരങ്ങൾ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള രഹസ്യബന്ധം പരസ്യമാക്കാൻ CPM. ജമാഅത്തയുടെ കോഴിക്കോട്ടെ പരിപാടികളുടെ ഭാഗമാകാൻ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പാർട്ടി നിർദ്ദേശം. ശനിയാഴ്ച മുക്കത്ത് നടക്കുന്ന മഹല്ല് സംഗമത്തിൽ CPM നഗരസഭാ ചെയർപേഴ്സണും മറ്റ് നേതാക്കളും പങ്കെടുക്കുമെന്നാണ് വിവരം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷനും ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിത് മോഹനും ചേരുന്നുണ്ട്. ആദ്യം അനഘയിലേക്കാണ്. അനഘ, മതരാഷ്ട്രം മാത്രം ലക്ഷ്യമിടുന്ന ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമി, അത് ആദ്യം പ്രതികരണം കണ്ടിട്ട് വരാം, അതിനുശേഷം അനഘയിലേക്ക് പോകും. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIM-ഓ LDF-ഓ സ്വീകരിച്ചിട്ടില്ല. അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് CPIM-നും LDF-നും നേരത്തെയുള്ളത്, ഇപ്പോഴുമുള്ളത്. അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് അവര് പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന്. ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധര്, അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അപ്പൊ അവർ പെട്ടെന്ന് ഷോക്കായി. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങൾ എതിർക്കല്ലേ, ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ. ന്യൂസ് ഡെസ്കിൽ പ്രജിത് മോഹനൻ തയ്യാറായിട്ടുണ്ട്. പ്രജിത്, നോക്കൂ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കറ കളഞ്ഞ വർഗീയവാദികൾ എന്ന് പറഞ്ഞ ഇരട്ടച്ചങ്കന്റെ ഇരട്ട നിലപാട്, ഇരട്ട താപ്പല്ലേ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതായത് പണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദികളെന്നൊക്കെ അഭിസംബോധന ചെയ്ത അതേ CPM വോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടും, സൗകര്യപൂർവ്വമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, ഇരട്ട നിലപാടുകൾ സ്വീകരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പ്രജിത് മോഹൻ? ഈ CPM ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇരട്ട നിലപാട് സ്വീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുൻപും പല തവണ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിൽക്കുകയും പരസ്യമായിട്ട് പക്ഷേ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് CPM സ്വീകരിച്ചു പോയിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മുൻപ് പല തവണ തെരഞ്ഞെടുപ്പുകളിലടക്കം ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി കൂട്ടുകൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി തങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ പിന്തുണ തങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. നേരത്തെ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട പത്രത്തിൽ മുഖപ്രസംഗമൊക്കെ വന്നതാണ്. ഒരു തവണ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ നിലപാടിൻ്റെ ഭാഗമായി ഇടതുമുന്നണിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള അങ്ങനെ പലതവണ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് CPM-ന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ CPM എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ രഹസ്യമായി, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമി കൂടുതലായി UDF-മായി എടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി അടക്കം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, അല്ലെങ്കിൽ അവർ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ വിവിധ അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയാണെന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴും രഹസ്യമായി നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടോ തെളിവായിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ CPM ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ CPM ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നുള്ളത്. കാരണം അടുത്ത കാലത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി LDF-ൽ നിന്ന് UDF-നോട് കൂടുതലായി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാരും ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പോകണ്ട എന്നൊരു നയപരമായിട്ടുള്ളൊരു തീരുമാനം പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമീപനവുമായി മുന്നോട്ട് പോയാൽ ഇനിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ വലിയ കുറവുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് CPM-നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി മുതൽ ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കളും ജനപ്രതിനിധികളുമെല്ലാം ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി മാറണം, അവയിൽ പങ്കെടുക്കണമെന്നടക്കമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോൾ CPM-ന്റെ മുക്കം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ളവർ ഇനി ഈ വരാൻ പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മഹല്ല് യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി അടക്കം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനങ്ങൾ പരസ്യമായി നടത്തുന്നു. പക്ഷേ അതേസമയം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി, പ്രത്യേകിച്ച് കോഴിക്കോട് മുതൽ അങ്ങോട്ട് മലബാർ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ തിരിച്ചടി, അത് ജമാഅത്തെ ഇസ്ലാമിയുമായി അകന്നു നിന്നാൽ അതിൻ്റെ ആക്കം കൂടുമെന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള രഹസ്യബന്ധം അതൊരു പരസ്യമായിട്ടുള്ള ഏർപ്പാടായി മാറ്റാം എന്ന നിലപാടിലേക്ക് CPM പോകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി പലതവണ ഒളിച്ചും പാത്തും എല്ലാം ഉണ്ടായിട്ടുണ്ടായ ബന്ധം അതിപ്പോൾ വീണ്ടും പരസ്യമാക്കാൻ CPM തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്.
ശരി പ്രജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ രാജ്യ താല്പര്യങ്ങൾക്ക് പോലും അതീതമായി CPM അതിനെ അവരുടെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. നമുക്കറിയാം പശ്ചിമ ബംഗാളിലുമൊക്കെ ഇവരുടെ ഈ സഖ്യം ഉണ്ടായതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ മഹൽ സംഗമം എന്തായാലും CPMന്റെ ഒരു കുടുംബ സംഗമമായി മാറുന്ന കാഴ്ച. എങ്ങനെയാണ് മതേതരത്വം പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ളൊരു കൂട്ടുകെട്ട് സാധ്യമാകുന്നത് പ്രജിത്ത്? അശ്വതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതേതരത്വം എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കഴിഞ്ഞ കുറേ കാലത്തെ കേരളത്തിലെ ചരിത്രം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായി CPMോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ കൂട്ടുകൂടുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളത്. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്, അതിന് പല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുണ്ട്. അങ്ങനെ പലതവണ ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു തീവ്ര ഇസ്ലാമിക സംഘടനയുമായി, ഒരു ജിഹാദിസ്റ്റ് സംഘടനയുമായി കൂട്ടുകൂടാൻ ഒരു തരത്തിലുള്ള മടിയും CPMന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ആഗോളതലത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായി തന്നെ അങ്ങനെയുള്ള പലതരം നീക്കങ്ങൾ നടത്താറുണ്ട്. ആ നീക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരമുള്ള ബാന്ധവങ്ങളിലേക്ക് പോയിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ CPM ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ മതേതരത്വ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. സ്വാഭാവികമായും എക്കാലത്തും ഇത്തരം തീവ്രവാദ സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ട് കൂട്ടുകൂടുകയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിലെ വളർച്ചയ്ക്ക് കാതലായ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ സംവിധാനമാണ് CPM. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ചേരുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന, അവർക്ക് കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സംവിധാനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര അല്ലെങ്കിൽ ഒരു ആശയ സംവിധാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. അതിനെ എക്കാലത്തും അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എക്കാലത്തും അവർ വളർത്തിയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇത്രയധികം പ്രതിഷ്ഠിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളെ ഇത്രയധികം കയ്യയച്ച് സഹിച്ച മറ്റൊരു സംവിധാനം കേരളത്തിലില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും CPMന് ചേരുന്ന കൂട്ടാളികൾ തന്നെയാണ്. പക്ഷേ പരസ്യമായിട്ടുള്ള ബാന്ധവത്തിലേക്ക് മുൻപ് ചില സമയങ്ങളിൽ പോയതുപോലെ വീണ്ടും ഒരു പരസ്യ ബാന്ധവത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനമൊക്കെ ഉയർത്തിയ സമയത്ത് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ അടക്കം പറഞ്ഞത് പണ്ട് പലതവണ വിജയത്തിന്റെ രുചി നുകരാൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ ആളാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനത്തിന്റെ പേരിൽ ഒരു പരാതി വന്ന സമയത്ത് പേടിച്ചിറങ്ങി പുറത്തിറങ്ങി മാധ്യമങ്ങളെയൊക്കെ കണ്ട് താൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ AK ബാലന്റെ ഉദാഹരണവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിക്ക് സങ്കടകരമാകുന്ന പ്രസ്താവനകൾ ഇനി വരും ദിവസങ്ങളിൽ CPMന്റെ ഭാഗത്ത് നിന്നോ നേതാക്കളുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകില്ല. പകരം അവരെ കൂടുതൽ പരസ്യമായി ചേർത്ത് നിർത്തിയുള്ള നിലപാടുകളിലേക്ക് പാർട്ടി പോകും എന്നുള്ളതിന് തെളിവ് കൂടിയാണ് കോഴിക്കോട്ടെ ഈ പുതിയ സംഭവ വികാസങ്ങൾ. അശ്വതി, പ്രജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്കറിയാം ഈ മുഖ്യമന്ത്രി, നമ്മൾ നേരത്തെ അല്പം മുൻപ് പ്രേക്ഷകരെ കേൾപ്പിച്ച ആ ബൈറ്റിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, അതായത് തങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ, വർഗീയവാദികളാണ്, ബുദ്ധിശൂന്യരാണെന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. എന്തായാലും ഇരുവരും തമ്മിൽ സൗഹൃദത്തിൽ ഏർപ്പെടുന്നു, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് 24 മണിക്കൂറും സ്ത്രീ സമത്വത്തെക്കുറിച്ചും ലിംഗനീതിയെപ്പറ്റിയും വാചാളരാകുന്ന അതേ CPM, അതേ മുഖ്യമന്ത്രിയാണ് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളെ, സ്ത്രീകളെ വെറും രണ്ടാം തരമായി മാത്രം കണക്കാക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മറ്റ് മാനുഷിക മൂല്യങ്ങളൊക്കെ അടിയറവ് വെക്കാമെന്നാണോ CPM കരുതുന്നത്? അതായത് വോട്ടിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ ബലി കഴിപ്പിക്കാമെന്നാണോ CPM ഇതിലൂടെ അർത്ഥമാക്കുന്നത് പ്രജിത്ത്? അശ്വതി, കഴിഞ്ഞ കുറച്ചു കാലം മുൻപുള്ള കേരളത്തിലുണ്ടായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ അശ്വതിക്ക് ഓർമ്മയുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഹമാസ് അനുകൂലമായിട്ട് മലബാർ മേഖലയിലടക്കം നടന്ന പ്രകടനങ്ങൾ, റാലികൾ, അതോടൊപ്പം തന്നെ CA വിരുദ്ധ സമരങ്ങളൊക്കെ. ഇതിൽ ഈ സ്ത്രീകളെ പൊതുവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള, സ്ത്രീകളെ പൊതുവേദിയിൽ കൊണ്ടുവരുന്നതിനെ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു പുരസ്കാരം വാങ്ങാൻ വേദിയിൽ വന്നതിനെ വരെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള സമസ്തയുടെയും അതുപോലെയുള്ള മൗലിക സംഘടനകളായിട്ടുള്ള മതമൗലിക സംഘടനകളുടെയും നേതാക്കന്മാരെയും വേദിയിൽ വിളിച്ചിരുത്തുന്നതിന്, സ്ത്രീകൾക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള, മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള, തട്ടമിടാത്ത സ്ത്രീകളൊക്കെ വളരെ മോശക്കാരികളാണെന്ന് പറഞ്ഞ നേതാക്കന്മാരെ പോലും വേദിയിൽ വിളിച്ചിരുത്തി അവർക്കൊപ്പം വേദി പങ്കിടാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ സംവിധാനമാണ് CPM. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും രീതിയിൽ ഇത്തരം മൂല്യങ്ങൾ CPM പുലർത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധം പുലർത്താൻ CPMന് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മടിയില്ല എന്ന് കാലാകാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നീക്കങ്ങളിലേക്ക് CPM പോകുന്നു എന്ന് തന്നെയാണ് ഈ കോഴിക്കോട് സംഭവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത്. അടുത്ത കുറച്ചു കാലത്ത് മുമ്പാണ് ഈ പറയുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ കാര്യമായി പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് CPM സ്വീകരിച്ചത്. പക്ഷേ അപ്പോഴും
CPM-ന്റെ തന്നെ അല്ലെങ്കിൽ LDF-ലെ തന്നെ സർക്കാരിലെ തന്നെ പ്രധാനപ്പെട്ട പലരും ആ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ഇതിനിടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പോലും പങ്കെടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സോളിഡാരിറ്റിയുടെ നേതാക്കൾക്കൊപ്പം പോലും വേദി പങ്കിടാൻ അവരാരും മടി കാണിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻ പരാമർശങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിരുന്നു. അതിപ്പോഴും ഓൺലൈനുകളിലൊക്കെ പറന്ന് നടക്കുന്നുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട നിലപാടുകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കാനുള്ള നിലപാടുകൾ എല്ലാ കാലത്തും CPM സ്വീകരിച്ചിട്ടുണ്ട്. ആ ബന്ധം എല്ലാ കാലത്തും CPM തുടർന്നിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും അത് രഹസ്യമായി ഒതുങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ രഹസ്യമായി നടക്കുന്ന ഇടപാടുകളായി മാറുന്നു എന്നുള്ളത് മാത്രമാണ് അതിലുണ്ടായിരുന്ന സംഭവവികാസങ്ങൾ. എന്നാൽ പിന്നീട് ഇപ്പോൾ അതൊരു പരസ്യമായ നീക്കത്തിലേക്ക്, ഇത്രയും നാൾ രഹസ്യമായി തുടർന്ന ബാന്ധവം അത് വീണ്ടും ഒരു പരസ്യമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ CPM തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും പ്രജിത്ത്, അത് തന്നെയാണ് ഇന്നും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നും ഇന്നലെയും ഒന്നുമല്ല, 1980 മുതൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള രഹസ്യബന്ധം CPM സൂക്ഷിക്കുകയാണ്. പലപ്പോഴും അത് പുറത്തായിട്ടുണ്ട്. ചർച്ചകളൊക്കെ ഇരുവരും അന്ത്യചർച്ചകൾ നടത്തിയതൊക്കെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അപ്പോഴൊക്കെ മുഖ്യമന്ത്രി കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇതാ പരസ്യ ബാന്ധവം വെളിപ്പെടുത്തിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ നിലനിൽപ്പ് അത്യാവശ്യമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർക്കായി ജനം TV ഇപ്പോൾ പുറത്തുവിട്ടത്. പ്രജിത്താണ് ന്യൂസ് ഡെസ്ക്.